ഉറങ്ങുന്നില്ലേ? ഇല്ല. എനിക്ക് ഉറക്കം വരുന്നു. നീ ഉറങ്ങിക്കോ. നമ്മൾ ആശിച്ച പോലെ കല്യാണം നടക്കാത്തതുകൊണ്ട് നമുക്ക് ആ കൂട്ട് കിട്ടാൻ യോഗമില്ല എന്ന് കരുതി സമാധാനിക്കാം. കുമാരേട്ടന് നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാ, നിന്റെ മനസ്സ് കുമാരേട്ടനെ കാണാൻ കഴിയൂ. നിന്നെപ്പോലെ എന്റെ കെട്ടിയോളും ഒരിക്കൽ ഒരുപാട് കണ്ണീര് കുടിച്ചതാ. അതുകൊണ്ട് പറയാ മോളെ, ആശുപത്രിയിൽ നിന്ന് വന്ന് നിന്നെ കാണാൻ നിന്ന അവര് ശശിനെ കൊല്ലും. ഞാൻ കേട്ടതാ. നിനക്ക് വേറെ ചെക്കനെ അവര് കണ്ടുവെച്ച് കഴിഞ്ഞു. വേണമെങ്കിൽ നാളെയോ മറ്റന്നാളോ നിന്റെ മംഗലം അവര് നടത്തും. മണ്ടത്തരം പറയാതിരിക്കു കുട്ടി. നീ ചത്താ പിന്നെ ശശിക്ക് ആരാ ഉള്ളത്? അവൻ പിന്നെ ജീവിച്ചിരിക്കോ? അവരവനെ പട്ടിയെ പോലെ പെരുവഴിയിട്ട് കൊല്ലണത് നിനക്ക് കാണണോ മോളെ? ഞാൻ എന്താ വേണ്ടത്? ഈ കുമാരേട്ടൻ നിങ്ങളുടെ കൂടെ നിൽക്കും. എന്തിനും നീ അവന്റെ കൂടെ ഒളിച്ചോടാൻ തയ്യാറാണോ? എങ്കിൽ ഞാൻ അവനെ ആശുപത്രി പോയി വിളിച്ചോണ്ട് വരാം. നീ തയ്യാറാണോ? പരമേട്ടനോട് പറയാണ്ട് എന്നെ കാണാണ്ട് വന്ന പരമേട്ടൻ വിഷമിക്കും. നീ ശശിയെ കൂടെ ഒളിച്ചോടി പോവാന്ന് പറഞ്ഞ് ഒരു എഴുത്തെഴുതി വെച്ചോ. ആദ്യത്തിന് ദേഷ്യപ്പെടുന്നേ ഉള്ളൂ, പിന്നെ അവനെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. നിനക്ക് ശശിയുടെ കൂടെ പൊറുക്കണമെങ്കിൽ ഇതേ ഒരു മാർഗമുള്ളൂ. നീ എന്താ ഇത്ര ആലോചിക്കണത്? ശശിയോട് നിനക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല അല്ലേ? പാവം, നിനക്ക് വേണ്ടി അവൻ എത്ര അടിയിടിയും കൊണ്ടുപോകും. കരയണ്ട, കൂടെ പോവാൻ മനസ്സുണ്ട് വെച്ചാ രാത്രി ഞാൻ വന്ന് വിളിക്കാം. ഞാൻ അവന്റെ അടുത്ത് കൊണ്ടാക്കാം. വരണം. ഞാൻ വരാം. എഴുത്തെഴുതി വെക്കാൻ മറക്കണ്ട. രാത്രി വന്ന് ഞാൻ വിളിക്കാം. വയ്ക്കോ. എന്റെ പരമേട്ടന് എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ശശി ഒരുപാട് സ്നേഹിച്ചു പോയി. എന്നെ ശപിക്കരുത്. ഞാൻ ശശിയോടൊപ്പം പോകുന്നു. ഏട്ടന്റെ സ്വന്തം ലക്ഷ്മി. കുമാര, വാടാ. എന്റെ കൈ കൊണ്ട് ചാകാനാ ഓടെ വിധി. ഓ, എന്നാലും മഹാപാപമായി പോടാ. അല്ല, ഓളെ കൊന്നുകൊണ്ട് അനക്കെന്താ പ്രയോജനം? നീ അറിഞ്ഞില്ലേ അമ്മാമ ഓളെ ശശിക്ക് കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നു. ഓ, ഞാൻ നിൽക്കേണ്ട കാലം അയാളെ മൂടും താങ്ങി നടന്നത് വെറുതെ. ആലയും കൂട്ടും ആ ആശാരി ചക്കന്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല.
അല്ല കുമാര, തൂങ്ങിച്ചത്താണെന്ന് പറഞ്ഞാലും നാളെ പോലീസ് വരും. ചിലപ്പോ സാക്ഷിയായ എന്നെ വിളിച്ച് ചോദിച്ചെന്നിരിക്കും. ഞാൻ എന്ത് പറയണം? നീ ഒന്നും കണ്ടില്ല എന്ന് പറയണം. അപ്പൊ ഞാൻ കണ്ടതോ? നീ എന്റെ കൂടെ നിൽക്കില്ലേ? നിൽക്കാം. പക്ഷേ ഒരു പാല വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. നീ എനിക്ക് എന്ത് തരും? നിനക്ക് എന്ത് വേണം? എന്തും ഞാൻ തരും. എന്തും? എന്തും. ആ, എനിക്ക് ഒരാളെ മംഗലം കഴിക്കണം. തുലോചനയല്ലേ? അത് ഞാൻ നടത്തി തരാം. ഛർദിച്ചത് പിന്നെ ആരെങ്കിലും ഭക്ഷിക്കോടെ കുമാര? ഓളെ അല്ല, നിന്റെ ഭാര്യയുടെ അനുജത്തി ജഗദമ്മേ. പറ്റുമോ എന്നെ കൊണ്ട്? പറ്റില്ലെങ്കിൽ ഇപ്പൊ പറയണം. കുമാര, നിന്റെ ജീവൻ ഇപ്പൊ എന്റെ കയ്യില, അത് മറക്കണ്ട. നീ എന്തിനാ ബേജാറാകുന്നത്? എടാ, ഞാൻ ജഗതെ കെട്ടിയ നമ്മളെല്ലാവരും കുടുംബക്കാരാവും. അപ്പൊ പിന്നെ എങ്ങനെയാടാ നിന്നെ എനിക്ക് കൊലമരത്തി കയറ്റാൻ മനസ്സ് വരിക? എല്ലാവർക്കും കൂടെ വിഷം വാങ്ങി തിന്നങ്ങോട്ട് ചാവാം. മനുഷ്യന്മാരുടെ മുഖത്തെങ്ങനെ നോക്കും? കെട്ടിയവളെ ഇട്ടിട്ട് കണ്ടവളുടെ കൂടെ പോയ തന്തയുടെ സന്തതിയല്ലേ? ആ ഗുണം കാണിക്കാതിരിക്കുമോ? ചതിച്ചു. നമ്മുടെ ലക്ഷ്മി ലക്ഷ്മി തൂങ്ങി മരിച്ചു. ശശി, നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. ഞാൻ പറയുന്നത് കേൾക്ക് ശശി, ഞാൻ പറയുന്നത് കേൾക്ക്. എന്നെ വിട്, എനിക്ക് പോണം. എനിക്ക് എന്റെ ലക്ഷ്മിയെ കാണണം. അവൾ എഴുതി വെച്ച കത്ത് വായിച്ചിട്ട് പരമു കത്തിയുമായി നിന്റെ കുടിയിലേക്ക് പോയിരിക്കുക. പൊയ്ക്കോ, പോ, നീ എവിടെയെങ്കിലും പോ. ഇല്ല, എന്റെ ലക്ഷ്മി ചാവില്ല. അവൾ എന്നെ വിട്ടിട്ട് പോവില്ല. ശശി, ഞാൻ പറയുന്നത് കേൾക്ക്. പോടാ. ഞാൻ പറയുന്നത് കേൾക്ക് ശശി. പോടാ. കൊല്ലും ഞാൻ നിന്നെ, എന്നിട്ട് ഞാനും ചാവും. ഞാനല്ല പരമോട്ട, ഞാൻ അങ്ങനെ ചെയ്യൂ. എനിക്കിഷ്ടമായിരുന്നു. ലക്ഷ്മി ഞാൻ സ്നേഹിച്ചു, ഒരുപാട് സ്നേഹിച്ചു. തൊട്ട കൊല്ലും. ഞാൻ ആരെ കൊന്നിട്ടില്ല. അടുക്കരുത്. No!